ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഈ PM ശ്രീ വിഷയത്തിൽ കേരള ഗവൺമെന്റ് കേന്ദ്രവുമായി ഒരു MOU ഒപ്പിട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതാരും നിഷേധിക്കാൻ കഴിയില്ല. ഒപ്പിട്ടതിന് ശേഷം ഈ വിഷയം ഒപ്പിടാത്തത് മൂലം തടഞ്ഞു വെച്ചിരുന്ന ചില ഫണ്ടുകളും റിലീസ് ചെയ്തു. ഇപ്പോഴും വേറൊരു ഫണ്ട് ഇതിനു വേണ്ടി റിലീസ് ചെയ്തു. അപ്പോൾ അന്ന് ഈ വിഷയത്തിൽ ഒപ്പിട്ടതിന് ശേഷം പിന്നീടൊരു തടസ്സം ഈ കാര്യത്തിൽ ഗവൺമെന്റ് പറഞ്ഞത് എപ്പോഴാണ്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു, LDF-ൽ വിഷയങ്ങളുണ്ടായി. എല്ലാ ഭാഗത്തുനിന്നും ആരെയും അറിയിക്കാതെ ഗവൺമെന്റിലെ സഖ്യകക്ഷികളെയും മന്ത്രിസഭയും പോലും അറിയിക്കാതെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നു വന്നത്. തുടർന്ന് അവർ ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുന്നത് എന്താ? ഞങ്ങളൊരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ തീരുമാനം അറിയിക്കുന്നത് വരെ ഈ ഒപ്പിട്ട കരാർ തൽക്കാലം കെപ്റ്റ് ഇൻ അബെയൻസ്, തൽക്കാലം നിർത്തിവെക്കാം എന്ന് അറിയിച്ചു. അതിനുശേഷം നിരന്തരം ഈ വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കത്തുകൾ വരുന്നുണ്ട്. ഇതിലെന്താണ് നിങ്ങളുടെ നിലപാട്? ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഒപ്പിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് കഴിഞ്ഞ ഗവൺമെന്റാണ്. അപ്പം ഞങ്ങളിപ്പോൾ അതിന്റെ ഒരു തുടർച്ച. അന്ന് മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കി, ആ മന്ത്രിസഭ ഇപ്പം ഇല്ല, ആ ഉപസമിതിയും ഇല്ല. അപ്പോൾ അതേ പണി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളും ചെയ്യുന്നത്. ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ്. പരിശോധിച്ച് ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കും.